ഹലോ നമസ്കാരം. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അയക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അറ്റാക്ക് വന്നിട്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. അലീനയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് പെട്ടെന്ന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കുറച്ച് കഴിയുമ്പോൾ അപകടനില തരണം ചെയ്തിട്ട് ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഒരുപാട് ടെൻഷൻ കൊടുക്കാൻ പാടില്ല, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വലിയ ടെൻഷനൊന്നും കൊടുക്കരുത്. അങ്ങനെ വൈജയും മനുവിനെയൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വൈജയ്ക്ക് ആകെ ഇങ്ങനെ പ്രാന്ത് കയറുകയാണ്. അപ്പം എന്ത് ടെൻഷനാണ് ഞാൻ കൊടുക്കുന്നത്, ഞാനൊരു ടെൻഷൻ ഉണ്ടാക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് വൈജ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഒരുപാട് ടെൻഷൻ കൊടുക്കരുത്, ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു മേജർ അറ്റാക്ക് തന്നെയായിരുന്നു. അതിൽ നിന്ന് എന്താ പറയുക, ഒന്ന് മാറി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രനെ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിലായത് ആണല്ലോ. അപ്പോൾ ആ വിവരമൊക്കെ കമലെ അറിയുന്നുണ്ട്, അതുപോലെ ഗംഗാധര മേനോനും മാലതിയും അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിത് അറിഞ്ഞതോട് കൂടിയിട്ട് ആകെ ഷോക്കാവുകയാണ്. കാരണം ഇവിടെ നിന്ന് പോയി അന്ന് തന്നെ അയാൾക്ക് ഇങ്ങനൊരു അപകടം, പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോനും മാലതിയും ആകെ ഷോക്കാവുകയാണ്. കാരണം ഇത്രയും അയാളുടെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. വൈജ വിവാഹത്തിന് മുൻപ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം അവർക്ക് അയാളുടെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവരെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രനെ കാണാനായിട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് മാലതിയും ഗംഗാധരനും. പിന്നീട് ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലചന്ദ്രൻ ഒന്നിനോടും വല്ലാണ്ട് പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജ ചെല്ലുന്നൊന്നുമില്ല, ചെല്ലാനായിട്ട് സമ്മതിക്കുന്നില്ല, എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണമോള് മാത്രമാണ് റൂമിൽ കയറിയിട്ട് കാണുന്നത് കേട്ടോ. കൃഷ്ണമോളാണ് ഒന്ന് ബൈസ്റ്റാൻഡർ എന്നുള്ള രീതിയിൽ ആ സമയത്ത് നിൽക്കുന്നത്. അങ്ങനെ ICUൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല, സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മനുവും കയറി ബാലചന്ദ്രനെ കാണുന്നുണ്ട്. പക്ഷേ വൈജയെ മാത്രം കയറ്റുന്നില്ല കേട്ടോ. വൈജയ്ക്ക് അതൊക്കെ കൂടി ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ അലീനയും കയറുന്നൊന്നുമില്ല, അലീനയോടും കയറാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. അതെന്താ ഞാൻ കയറിയാൽ എന്നെ ബാലചന്ദ്രനെ കാണണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. ഞാൻ എന്ത് കാണിച്ചിട്ടാണ്, ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ വൈജ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, തൽക്കാലം ആൻറ്റി കയറാൻ നിൽക്കണ്ട, എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അങ്കിൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യമുള്ളത് കൊണ്ടായിരിക്കത്തില്ലേ, തൽക്കാലം ആൻറ്റി കയറാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയണം. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, എന്നെ കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജ ഹോസ്പിറ്റലിൽ നിൽക്കുന്നില്ല കേട്ടോ. വൈജ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വൈജ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാവില്ലേ, നോക്കാനും ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പം കൂടുതലും കൃഷ്ണമോള് അല്ലെങ്കിൽ അലീനയൊക്കെയാണ് പിന്നെ മാറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തൊരു ദിവസം അലീനയാണ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അലീനയെ കാണുമ്പോഴും ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തോട് തന്നെയാണ് പെരുമാറുന്നത്. ഒട്ടും നല്ലൊരു പെരുമാറ്റമല്ല അലീനയോട്. നീ എന്തിനാ വന്നത്, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് സാർ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ലേ നീ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ചോദിക്കണം. അപ്പോൾ അലീന ഇങ്ങനെ ആകെ പകച്ചു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ നമ്മളൊന്നും അറിയത്തില്ല, എല്ലാം അറിഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അലീന ബാലചന്ദ്രൻ്റെ അടുത്തുള്ള സമയത്താണ് മാലതിയും ഗംഗാധരനും കൂടെ ബാലചന്ദ്രനെ കാണാനായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ICU എന്നൊക്കെ മാറ്റി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ റൂമിലേക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രനെ കണ്ടതും ഇവർക്ക് ആകെ വിഷമം തോന്നുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ ബാലചന്ദ്രനും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ എന്താ അങ്ങനെ പറയുന്നത്, താങ്കളെ ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്നെ അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുമെന്നില്ല, നിങ്ങളുടെ പെങ്ങൾക്ക് എന്നെ വേണമല്ലോ, അപ്പോൾ എങ്ങനെ ഒഴിവാക്കി കളയാനൊക്കെ പറ്റും എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ പിന്നീട് കൂടുതലൊന്നും പറയാതെ നിർത്തുകയാണ്.
അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അലീനയെ റൂമിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ അത് ആരാ, ആ പെൺകുട്ടി അത് ആരാന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ് എന്ന് മാത്രം പറയാട്ടോ, കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ബാലചന്ദ്രനും ഗംഗാധരനും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാലതി പറയുന്നുണ്ട് എന്തു പറ്റി ബാലചന്ദ്രൻ ഇങ്ങനെ ഇത്രയും താങ്ങാൻ തൻ്റെ മനസ്സിന് കരുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അതുമാതിരിയുള്ള കാര്യങ്ങളല്ലേ സംഭവിച്ചത്, എനിക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, ഇങ്ങനൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പട്ടിയെപ്പോലെ ഉള്ളൊരു ലൈഫായിരിക്കും, ഒരു കാവൽ പട്ടിയെ പോലെയുള്ള ഒരു ലൈഫായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ബാലചന്ദ്ര, ഇനി അത് ഓർത്തിട്ട് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ, തനിക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ താൻ ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിക്കാനോ, നിങ്ങളോടോ നിങ്ങളുടെ പെങ്ങളോടോ ഒന്നും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇനിയാണ് ബാലചന്ദ്രൻ ആരാണെന്നുള്ളത് ശരിക്കും അവൾ അറിയാൻ പോകുന്നത്. ഇത്രയും നാളും ബാലചന്ദ്രൻ അവളുടെ ഒരു കാവൽ പട്ടിയെപ്പോലെ ആയിരുന്നു വീട്ടിൽ. ഇനി അങ്ങനെയല്ല ഇനിയാണ് ആരാണ് ബാലചന്ദ്രൻ എന്നുള്ള കാര്യം ശരിക്കും നിങ്ങളും നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ബാലചന്ദ്ര നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ, അവരുടെ ലൈഫെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല, മക്കൾ ഇത്രത്തോളം വളർന്നില്ലേ, ഇനി അങ്ങോട്ടേക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കിക്കോളും, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഞാൻ എത്ര സ്വപ്നം കണ്ട് എത്ര മോഹിച്ച് എത്ര ആഗ്രഹിച്ച് ജീവിച്ച ജീവിതമാണെന്നറിയാവോ, എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പോലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും ഒരു സന്തോഷം മനസ്സമാധാനം എന്നൊരു വീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എന്നിട്ടും ഞാനിവിടെ എൻ്റെ കുടുംബമാണല്ലോ എൻ്റേതാണല്ലോ എന്നോർത്തിട്ട് ഇങ്ങനെ എൻ്റെ ചിറകിനടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന എൻ്റെ കുടുംബമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. എന്നാലും എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു ഗംഗേട്ടാന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് ആരോ ആയിക്കോട്ടെ എന്ന് പറയട്ടെ. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് വരുന്നുണ്ട് റൗണ്ട്സിനായിട്ട്. അപ്പോൾ ഡോക്ടർ വരുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അലീനയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മരുന്ന് കൊടുത്തു. അപ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീനയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് വന്ന സമയത്ത് ഇവർ പുറത്തിറങ്ങിയപ്പോൾ അലീന അവിടെ നിൽക്കുന്നത് കാണണം. അപ്പോൾ അലീനയുടെ അടുത്തേക്ക് മാലതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടി ഏതാ ഇവിടെ വന്ന് നിൽക്കുന്നോണ്ട് ചോദിച്ചാട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്നതാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട്. വൈജയും കമലയൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു, അത് നീയാണല്ലേ എന്ന് പറയണം. അതേ എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിലുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അലീന ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരനോട്. കാരണം അവർ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന സമയത്ത് അലീനയാണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഡോക്ടർ അലീനെ അകത്തേക്ക് വിളിക്കുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അലീനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡോക്ടർ പോയതിന് ശേഷം ഗംഗാധരനും മാലതിയും കൂടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചല്ലേ എന്നോട് എനിക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത് എന്നുള്ളത്, ഇവളാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അലീന ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു ഞാനോ എന്ത് പറഞ്ഞു എന്നിങ്ങനെ രീതിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അലീന അറിയുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇവളാണ് നിങ്ങളുടെ വൈജയന്തി പ്രസവിച്ച മകൾ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അത് കേട്ടത് അലീനയും അതുപോലെ ഗംഗാധരനും മാലതിയും ഒക്കെ ഷോക്കാവുന്നു. ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്, 22 വർഷം മുൻപ് മരിച്ചുപോയ ആ കുഞ്ഞു 20 വർഷം മുമ്പ് മരിച്ചുപോയ കുഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതെ 20 വർഷം മുമ്പ് മരിച്ചുപോയി നിന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ കുഞ്ഞാണ് ഈ നിൽക്കുന്ന അലീന വൈജയന്തി പ്രസവിച്ച മകൾ എന്ന് പറയണം. അത് കേട്ടിട്ട് അലീനയും അതുപോലെ ഗംഗാധരനും മാലതിയും ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ ഈ രഹസ്യം എനിക്ക് മാത്രമേ ഇപ്പം അറിയത്തുള്ളൂ, അതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്നുള്ളത് ഇവൾക്ക് പോലും അറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ അലീനയും അത് കേട്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അലീനയും ആകെ അന്തം വിട്ട് നിൽക്കട്ടോ, എന്താ സാറ് പറയുന്നതെന്ന് മനസ്സിലാവാതെ. ഗംഗാധരനും മാലതിയും ആണെങ്കിൽ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ബാലേന്ദ്രൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക് എന്ന് പറയണം. അപ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ മാലതി ഇങ്ങനെ സംശയത്തോട് നോക്കുകയാണ് അലീന ഒന്നും പറയുന്നില്ല കേട്ടോ. പറ നിൻ്റെ അമ്മയെ തേടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന ആകെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്.
പെട്ടെന്ന് ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, വൈജയല്ലേ നിൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ എന്തൊക്കെയാണ് വിഡ്ഢിത്തായി പറയുന്നത്, എന്തൊക്കെയാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗാധരൻ. ഞാൻ ചോദിച്ചത് സത്യമല്ലേ അലീന എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ, റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ബാലചന്ദ്രൻ എന്താ ഭ്രാന്ത് പിടിച്ചോ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിയത് വൈജയുടെ മകളാണെന്നൊക്കെ പറയാൻ, ആ കുഞ്ഞ് മരിച്ചുപോയി ബാലചന്ദ്ര എന്ന് പറയാട്ടോ. ആ മരിച്ചു പോയെങ്കിൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എനിക്കിനി കൂടുതലൊന്നും അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാലതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗംഗാധര മേനോനും മാലതിയൊക്കെ അറിയുന്നത് കേട്ടോ. ബാലചന്ദ്രൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു പോയി എന്ന് പറഞ്ഞ ആ മകളാണ് ഇവൾ എന്നുള്ള കാര്യം പറയുന്ന സീനുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. എന്താണെങ്കിലും 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാവുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.